എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മോട് ചെയ്യാൻ പോണത് എന്താണ്, എന്താ ചെയ്യാൻ പോണ മറ്റേ ഫുഡ് ബ്ലോഗിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറിയാണ്. എന്താ അവിടെ ബാംഗ്ലൂർ ബർജ് ബ്രീവ്സ്. അപ്പൊ അതൊക്കെ പിന്നെ പറയാം, അതൊക്കെ അവൻ പറഞ്ഞോളൂ. നമുക്ക് അതിന്റെ ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതിൽ സൈഡ് എടുത്ത് പോവാം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന കഫേയുടെ വീഡിയോസ് ഇവിടെ വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. ഇതാണ് കഫേ, ബർഗർ BRGR ബ്രീവ്സ്. ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ന്യൂ ഇയർ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം ഒരു കപ്പിൾസിന്റെ വൈബാണ്. നോക്കാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ. റെക്കോർഡാ അതെ. ഞങ്ങളെക്കാട്ടി ഞങ്ങള് അന്റെ എടുക്കുന്നത് അടുത്ത നിന്റെ ചാനലിനെ കുറിച്ച് പറയാനുള്ളത്, നിന്റെ ചാനലിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അമീർക്ക വല്ലാത്തൊരിക്കയാണ്. അതായത് അമീർഖാന്റെ ബാംഗ്ലൂരത്തെ കാര്യങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോസിൽ തന്നെ നീ ഫേമസ് ആവും. പിന്നെ നിനക്ക് നാട്ടിൽ പോകാൻ പറ്റൂല, അത് രണ്ടാമത്തെ കേസ്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നില്ല, മെല്ലെ സക്സസ് ആയ പോരാ. അപ്പൊ പിന്നെ ആ കാര്യങ്ങളൊന്നും പറയണ്ട. ഓക്കെ, പല കാര്യങ്ങളുണ്ട് നിന്നെ പറ്റി എനിക്ക് പറയാൻ. ആരും പേടിക്കണ്ട, അടുത്ത വീഡിയോസിലൂടെ കുറച്ച് കാര്യങ്ങൾ. കാരണം മൊത്തമായിട്ട് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർക്ക് വരെ അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഇവിടെ നീ അവിടെ ഒരു ബോക്സ് കണ്ടോ? ബോക്സ് കണ്ടിട്ടുണ്ട്, അതിൽ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടാവും. ആ പേപ്പറിന്റെ ഉള്ളിൽ ഇവരെ 300 ആണ് ഇവരെ ബർഗറിന്. ഇവരെ ഒരു സ്പെഷ്യൽ ബർഗർ ഉണ്ട്, അതിന് 300 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ നമ്മള് അതിൽ നിന്ന് ഒരു എടുത്തു കഴിഞ്ഞാൽ, ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ആ പേപ്പറിൽ എത്രയാണോ എമൗണ്ട്, അത് 9 രൂപ മുതലാണ് വരുന്നത്. അതായത് 9, 19, 29, 39, അതുപോലെ തന്നെ 299 വരെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഏത് ഇതാണോ എടുക്കുന്നത് ആ ഒരു എമൗണ്ടിന് ആ ബർഗർ നമുക്ക് കിട്ടും. ഇപ്പൊ ഒരാള് 9 റുപ്പീസിന്റെ പേപ്പറാണ്, അവന്റെ പേപ്പറിൽ 9 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ 300 രൂപയുടെ ബർഗറിന് വെറും 9 റുപ്പീസ് കൊടുത്താൽ മതി. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഓഫർ. പിന്നെ അതുപോലെ തന്നെ അല്ല, നമ്മൾ നോർമലി കഴിക്കാൻ വരികയാണ്. അപ്പൊ അവരൊരു ഓഫർ, നമ്മൾ ബർഗർ കഴിക്കാൻ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്നൊന്നും എടുത്തു കഴിഞ്ഞാൽ സ്ക്രാച്ച് ആൻഡ് വിൻ പോലെ ആ പേപ്പറിൽ എന്താണോ അത് ആ ഒരു പൈസ എമൗണ്ട് മാത്രം ബർഗറിന് നിങ്ങൾ പേ ചെയ്താൽ മതി. പിന്നെ ഇവരൊരു സ്പെഷ്യൽ ചീസ് കേക്ക് ഉണ്ട്, അത് ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ട് ഇവരാണ് ഇറക്കലെന്ന് പറയുന്നത്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല, നമുക്ക് കേക്ക് വരുമ്പോ നോക്കാം. അത് വേണ്ട ഞാൻ പറഞ്ഞോളാം. ഞാൻ ഗെറ്റ് ഔട്ട്, കടക്ക് പുറത്ത്. ഇത് മൈക്കിലൊക്കെ വരുന്നുണ്ടാവില്ലേ? പക്ഷെ ഇത് നല്ല ക്ലിയർ കിട്ടാ. അതൊക്കെ ഒരു ഒരുമാതിരി. പക്ഷെ ഇവന് ഇത്ര കളറിലിട്ടാ, ഇതില് കാണുന്ന കളറ് ഇവനില്ല. എങ്ങനെ അപ്പൊ എനിക്ക് പോകുകയുണ്ട്. നമുക്ക് ഫുഡ് ഇവിടെ കൊണ്ടുവന്നൊക്കെ ഫുഡ് കൊടുക്കാം. നമുക്ക് അപ്പുറത്തുനിന്ന് നമുക്ക് അവരുടെ ബർഗറിന്റെ സാധനല്ലേ, ആ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാം. ബർഗറല്ല, അവരുടെ ആ ഒരു ബോക്സ് ഇല്ലേ, ആ ബോക്സ് അതും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്രട്ടെടുത്തിട്ടെന്നറിയോ? മാസ്റ്റർ അഭിനയം.
ജെൻഡർ വാഷ്റൂം. അടുത്തോട്ട് വഴിക്ക് പോവാൻ കട്ട് ചെയ്തോ. ജീവിക്കല്ലേ, അഭിനയിച്ചാൽ മതി, ജീവിക്കല്ലേ. അല്ല ഫ്രഞ്ച് ഫ്രൈസ് വെന്തക്കണം നോക്കണം. വീഡിയോ എടുത്ത ശേഷം വെന്തിട്ടില്ലാന്ന് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാ. പോകുമ്പോ നോക്കിയിട്ട് മണിക്ക് 250 വായിക്കാൻ കൂട്ടിക്കോളാം. എങ്ങനെ തോന്നണ ആരെങ്കിലും. ഇതിപ്പോ ഒക്കെപ്പാടെ ഒരു 2000-3000 ഫുഡ് ഉണ്ടാവും. ഇതിന്ന് ഞങ്ങൾ ടോട്ടൽ 4 പേര്, ഞങ്ങളൊരു 400 ഫുഡ് കഴിച്ചു. ഞങ്ങൾ 3 പേരും. ബാക്കി 2600 ഫുഡ് നീ കഴിക്കാൻ പോകുന്നു. അതിന് എനിക്കൊരു 250 രൂപ മുടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് ഞാനാണോ ഇഷ്ടം, നീയാണോ ഇഷ്ടം? ഓഡിയൻസ് പറയട്ടെ, കമന്റ് ചെയ്യും. നിങ്ങൾ കമന്റ് ചെയ്യണം. അല്ല, ഞാൻ ലോജിക്കലി തിങ്ക് പണുമ്പോത് കറക്റ്റാ. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? തിന്നാനല്ലേ, അതാണ് എന്റെ ഉദ്ദേശം. ഇപ്പൊ മനസ്സിലായി. അല്ല, ഇത് നീ തിന്ന് കാണിക്കണ്ടേ? പിന്നെ ഞാൻ മറ്റേ അട്ടത്ത് നോക്കിയാ കാണിച്ചാണ്. ഞാൻ ഫുഡ് ബ്ലോഗർ അല്ലോ. ഞാൻ തിന്ന് കാണിക്കും. ഫുഡ് ബ്ലോഗറിന്റെ മോശം നോക്കി ചോദിക്കണ ചോദ്യാണോ? പുല്ല് വിലയില്ല ഇവിടെ. നീ എനിക്ക് എന്റെ ആത്മാവ് വരെ തിന്നോനെ. ഇനി കുറച്ച് ജീവിക്കും. ഓക്കെ ഓക്കെ അടിപൊളി. ഓക്കെ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൽ ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ റിപ്പോർട്ട് അടിക്കണം. ക്വാളിറ്റി ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി. എന്തായാലും എനിക്ക് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തുണ്ടാവും. അതായത് നമ്മളെ കൂട്ടത്തിൽ ഒരു 50 പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, എന്റെ 10ാം ക്ലാസ് പഠിച്ച. ഇവരുണ്ടല്ലോ, എവിടെ പോയി കഴിഞ്ഞാലും ഇവരെന്തെങ്കിലും കുറ്റം കണ്ടെത്തും. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഒരു മന്തിക്കടയിൽ പോയി. മന്തി അടിപൊളി, സീറ്റിംഗ് അടിപൊളി, എല്ലാം അടിപൊളി. നമ്മള് പുതിയൊരു ഷോപ്പ് വന്നതാ. അപ്പൊ ആ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കുമല്ലോ, എല്ലാം അടിപൊളി, ഒരു രക്ഷ. അപ്പൊ നമ്മള് അങ്ങനെ നോക്കാം, ഇപ്പൊ എന്താ കുറ്റം പറയണ നോക്കണല്ലോ. ലാസ്റ്റ് മനെ മന്തിയില് മയോണൈസ് കട്ടില്ല കേട്ടോ. ഞങ്ങള് ഇവിടെ കണ്ട് എന്താ പോലോട് പറയാമോ? എന്നാ കഴിച്ചോ. ക്യാമറമാൻ ടേക്ക് പോവാം. കൊണ്ടോ വൈഷ്ണവ് കൊണ്ടോ. അവനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് അയക്കട്ടെ. വീഡിയോ ഞാൻ എടുത്തത് അത് നോക്കിക്കൊള്ളു. അതെ, എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആമീർ. ഇന്ന് നമ്മൾ എന്താ ചോദിച്ചാല് ഫുഡ് വ്ളോഗിന്റെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ദിൽഷാനെ വിറ്റ് ജീവിക്കുക. അതെ, അങ്ങനെ ഇൻട്രോ എടുത്തോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ദിൽഷാനെ വിറ്റ് ജീവിക്കാനാണ് ഞാൻ ഈ ചാനൽ പറയുന്നത്. പറയേണ്ട സംഭവം എന്താ അറിയോ? ബസ്ലിം ബാംഗ്ലൂർ എന്നുള്ള പേജ് പറയണം. ഇതിന്റെ ഒറിജിനൽ ഇതിന്റെ ലാസ്റ്റ് എന്താ പറയേണ്ടത് അറിയോ? എൻഡിങ്ങില് ഇത്രയാണ് ഇവിടെ നടന്നത്. ഇനി നിങ്ങൾ ഇതിന്റെ ഒറിജിനൽ ക്ലിപ്പ് നോക്കി ഇവന്റെ ചാനൽ ഉണ്ടാവും. അവിടെ നിങ്ങൾ പറതും അവിടെ നിന്ന് നടന്നതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ പറയാ. ആ സാധനം പറയണം. കുഴപ്പമില്ല. ബുദ്ധിയെല്ലാം പറയല്ലോ. വരുമാനത്തിന്റെ 50% തരുമോ? 50 75%. ഓക്കെ, 50 തരാം. ഓക്കെ, 50-50 വേണ്ട. പാർട്ണർഷിപ്പ്, ഓൾവേസ് പാർട്ണർഷിപ്പ്. ഓൾ ദി ബെസ്റ്റ്. എല്ലാം ഇത് എന്ത് ബിസിനസ് തുടങ്ങാൻ എന്റെ 50% അതിന്റെ ഷെയർ ഉണ്ട്. 1,000 അല്ല, ഷെയർ എനിക്ക് ഷെയർ കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ തിരിച്ചാൽ ഓടിപ്പോയിട്ട് കൊടുത്തു പൈസ. അതെനിക്ക് മുണ്ടാടണം പോലെ. അവനാ പൈസ വേണ്ടെന്ന് പറഞ്ഞ എന്നോട്. അല്ല, നീ പണ്ട് വേണ്ടെന്ന് പറഞ്ഞല്ലോ എന്നോട്.
ദുബായിലെ ചെറുതിൽ പറയുന്നത് അപ്ലോഡ് കഴിഞ്ഞാൽ കാണും എന്തായാലും ഒരു നീ തന്നെ വേണ്ടി വരും. ഓക്കെ എന്തിന് ആകെ 3 കേസ് ചിക്കറുള്ളൂ. ആരെ അഭിനയിച്ച് തീർക്കും. തീർന്നു, അതിന്റെ ആത്മാവ് തീർന്നു. തീർന്നു. ഇനിയൊന്നുമില്ല ഇത്. സാധാരണ ഇങ്ങനെ അഭിനയിക്കാറൊന്നുമില്ല. അതും കഴിഞ്ഞു. ഇന്നലെ ഫൈസൽക്ക് പറഞ്ഞില്ല, ഇന്നലെ 2 ദിവസം മുമ്പ് നിങ്ങൾ എന്തായാലും BM സ്റ്റോറി ഇടണമെന്ന്. സെറ്റാവുന്നു. അത് ഞാൻ അത് പോക്കറ്റിൽ ഉണ്ടായിരുന്നതാ. ഡൊമിനോസിന്റെ നമുക്ക് പിസ്സ നമ്മള് വീട്ടിൽ ഓർഡർ ചെയ്തില്ലേ അന്ന് നീ പിടിച്ചത് കൊറേ ഒരു പാവങ്ങൾ കഴിക്കും. ക്യാമറമാനെ ആകെ മാറി വരുന്നുണ്ട് കേട്ടോ. ക്യാമറമാൻ ഇടയ്ക്ക് വിഷമൊക്കെ അത് അങ്ങനെ കൊടുത്തോ. ഇത് കഴിയോ? ആണോ? അത് ഷൂട്ടെടുക്കായതുകൊണ്ട് കുറച്ച് ചെറുതായി കഴിച്ചിട്ടുള്ളൂ. ഇവര് ബുദ്ധിണ്ടാ അവൻ തൊള്ളിക്കൊണ്ടേക്ക് വേഗം ഷൂട്ടെടുത്ത് അയ്യോ ചെറിയ കട്ടിടിച്ചിട്ട് അതിങ്ങനെ വാങ്ങി. അങ്ങനെ തന്നെ ബ്രഹ്മാരെ മുന്നിലൊക്കെ ജീവിക്കണമെങ്കിൽ വൻ പുലികൾ വായുന്ന അരിയെങ്കിലും ആവണമെന്ന് ഇറങ്ങത്തില്ലേ? അതേപോലെയല്ലേ കഴിക്കണേനൊരു കഴിവില്ലല്ലോ. ഉപ്പില്ലേ? ഉപ്പ് അത് അങ്ങനത്തെ ടേസ്റ്റ് ആണോ? വെച്ച് പണിയെടുക്കണ്ട, ഞങ്ങൾ ഇവിടെ കണ്ടില്ലേ അയ്യോ പഴയ തരം തെരക്കൂട്ടി. നീ ഇതും പിടിച്ചിട്ടൊന്ന് അവിടെ ഇരിക്കോ? ക്യാമറ വെക്കാൻ പറ്റും, നിലത്ത് വെക്കാൻ പറ്റുന്നില്ല. അപ്പത്തെ ചിക്കൻ പോയി. ആ ഇവിടെ വന്നിട്ട് അടാ നീ ഇപ്പൊ ആക്ഷൻ അതിൽ പെട്ട അല്ല നീ എങ്ങനെ വീടെടുക്കണേ കിട്ടണില്ലേ? അപ്പൊ ഒന്നിക്കാനുള്ള ശക്തി ഉണ്ടോ? മെമ്മറി കാർഡ് ഇരിക്കോ? കാർഡ് ഇരിക്കോ? അവിടെ തീർക്കട്ടെ. ആ സ്പൂൺ എടുക്ക്, ഒരെണ്ണം എടുക്ക്. അത് ഒരെണ്ണം ഇതിലേക്ക് വേണം. ബ്രോ ഭയ്യ വൺ സ്മോൾ പെപ്സി. പെപ്സി സ്മോൾ തംസ് സ്മോൾ. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞില്ല, നമ്മ പട്ടിണി എടുത്തിട്ട് വരുന്നു. എടാ ഐഫോൺ തള്ളിയിടല്ലടാ. ഐഫോണാ? അല്ല കളറിന്റെ മാറ്റിക്കാം. ഇത് തൊണ്ടയില്ല. ബാംഗ്ലൂർ കമന്റ് വരും, എന്ത് തോന്നിയോ? ഞാൻ നിന്നെ തെറി വിളിക്കാൻ ഒരു ടീമിനെ തന്നെ ഏൽപ്പിക്കും. വർക്ക് എടാ ഇപ്പൊ സാധനം വേണ്ടിട്ടുണ്ടല്ലോ. ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ എത്ര ടൈം എടുക്കും ഉള്ളതൊക്കെ അറിയാം. യൂട്യൂബിൽ നല്ല ടൈം ഉണ്ടായിക്കോട്ടെ. ഇത് ആൾക്കാരെ ഇങ്ങനെ കണ്ടു തുടങ്ങും. അതന്നെ വേണ്ട. എന്നാലും തൊട്ടിട്ടോ പറയണ്ട. എടാ നീ ഒരു ഇത് തുടങ്ങ്. ഇതെനിക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്ത ഞാനാ. കള്ളം പറഞ്ഞ് ഇന്നെ വിറ്റ് ജീവിച്ചു. പിന്നെ ഇവനോട് ഞാൻ പറഞ്ഞേ നീ ഒരു ഐഫോൺ വാങ്ങി, ഞാൻ EMI അടിച്ചോളാം. എന്നിട്ട് ഞാൻ വരുന്ന ഷൂട്ടിന്റെ ചാനലിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ BNC ഈ എന്തായാലും എന്റെ ഒപ്പം വാങ്ങാറ്. പിന്നെ കുറച്ചു കാലം പിന്നെ അത് വരൂല്ല. എപ്പൊ വന്നിട്ട് ഞാൻ ക്യാമറ വാങ്ങിയത്, ഞാൻ സ്വയം ചാനൽ തുടങ്ങിയിട്ട് BNC ഉണ്ടാക്കാറ്. സത്യഗതി അതല്ലേ? സത്യമാണോ അല്ലേ? സംഭവം ശരിയാ, ശരിയാണ്, സത്യമാണ്. പക്ഷെ ഞാൻ ഇവന്റെ ബാക്കി വരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല ബാക്കി വരണമെന്ന് വിചാരിച്ചില്ല. പക്ഷെ അതായത് ഞാൻ വിളിച്ചത് ഇന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വെച്ച വീഡിയോ കണ്ടന്റ് എടുത്തിട്ട് സ്വന്തം ചാനൽ ഉണ്ടാക്കി.
അത് ബാക്കിൽ വരാൻ വിചാരിച്ചിട്ടില്ല ഇന്നെക്കാട്ടി ഞാൻ ഉദ്ദേശിച്ചെന്ന് അറിയോ, ഞങ്ങൾ നിഷ്കാത്ത് തുടങ്ങിയില്ലേ ബിസിനസ്, അത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാന് തുടങ്ങാൻ വേണ്ടിട്ട് ദിൽഷാനോട് സംസാരിക്കുന്നതിന് മുമ്പ് കുറച്ച് ക്ലയൻസിന് സംസാരിച്ചപ്പോ എനിക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടിയില്ല. ദിൽഷാനായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന് കുറെ കാര്യങ്ങളുണ്ട് ചെയ്യേണ്ടി. കാരണം ദിൽഷാദ് അത്രക്കും എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ട് ദിൽഷാദിനോട് പറഞ്ഞ് 50% വേണ്ട, ഒരു ബർഗർ പറഞ്ഞ 50% വേണ്ട, ഇതെനിക്ക് ചെറിയ പൈസ എന്തിനു കൊടുത്തതായ. അപ്പോഴേ ഞാൻ പറഞ്ഞു നീ കാര്യം ചെയ്യും 50% പാർട്ണർഷിപ്പ് എടുത്തോ. ഞാൻ കൊടുത്താണ് അല്ല പറയാട്ടോ എനിക്ക്. അതൊക്കെ അതേപോലെ ഇതിന് തരണം, ബുദ്ധിയാണ്. എടാ ഞാൻ തരാണ്ടിരിക്കോ, നിനക്ക് എപ്പോഴും കമ്മീഷൻ കിട്ടാണ്ടിരുന്നുണ്ടാ. പക്ഷെ നീ കമ്മീഷനിൽ മുക്കലുണ്ട്. ഇവർക്കറിയോ? അല്ല ഓക്കെ, ഒന്ന് കാണിക്കും. അതായത് ഇന്നലെ നമ്മള് ഒരു ഷോപ്പിന്റെ ഷൂട്ടിന് പോയി. വലിയ ഹോട്ടലാണ്, ഇലക്ട്രോണിക് സിറ്റിയിലുള്ള, പേര് ഞാൻ പറയുന്നില്ല. എന്റെ പേരും പറഞ്ഞിട്ട് ഇവന് അവിടെ ഓണറോട് പറഞ്ഞിട്ട് ഇത് വലിയ വ്ളോഗറാണ്, 5000 രൂപയുടെ ഒരു വീഡിയോക്ക് വാങ്ങിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് 4000 രൂപക്ക് ചെയ്തു തരാനാണ്. 4000 രൂപ വാങ്ങിക്കാണ്ട് ഇന്നലെ എനിക്ക് വന്നിട്ട് വൈകുന്നേരം വന്നാണ്ട് ഇന്റെ പകുതി പൈസ എന്ന് പറഞ്ഞിട്ട് 1000 രൂപ എനിക്ക് തന്നാണ്ട് ഇന്റെ പേരും പറഞ്ഞ പുറമെ അവിടെ 4000 മുക്കി. ഇതാണ് നിന്റെ സത്യസന്ധത. ഇല്ല, ഇവർക്ക് എന്താ പ്രശ്നം അറിയോ, ഇവർക്ക് കറക്റ്റ് എമൗണ്ട് കൊടുക്കണം. അതെ, കറക്റ്റ് അല്ല, റൗണ്ട് ആയി കൊടുക്കണം. അതായത് എനിക്ക് കമ്മീഷൻ ചിലപ്പോ 1850 രൂപ, 1850 രൂപ കമ്മീഷൻ. How to use this? Paint on cheesecake. ഓക്കെ ഞാൻ മെയിൻ ചെയ്യാം. വേണ്ട, ആദ്യം ചീസ് ഇത് paint ചെയ്ത് കിട്ടണം. ഇത് പെയിന്റ് ചെയ്യാതില്ല, പെയിന്റ് അടിച്ചിട്ട് ആരും ചെയ്യണ്ട, ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം ഇതിന്റെ പെട്ടെന്ന് വീഡിയോ എടുക്കാം. ആ ചീസ് അലിയും, പെയിന്റ് ഉണ്ടായിരുന്ന കേക്ക് ചീസ് അലിയും നല്ല അടുത്ത് വെക്കണം. ഓക്കെ ഓക്കെ അല്ലേ? ബൈ ബൈ. പൊട്ടൻ നീ വാ. ഡൗൺ ബർത്താണ് അതുകൂടി തിന്ന്. എന്ത് ഈച്ചല്ല സീനില്ല. എടാ ആ പ്ലേറ്റ് ഒന്ന് ആക്കിക്കാം, എന്നാ പിന്നെ കേൾക്കേണ്ട ആവശ്യമില്ല. അല്ല അഭിനയ ജീവിതം, ഇത് ജീവിതം. ഞാൻ ജീവിക്കട്ടെ. പറഞ്ഞത് 1850 കൊടുത്തു കഴിഞ്ഞാല് റൗണ്ടാക്കാൻ പറയാം 2000. പക്ഷെ ഞാനത് ചെയ്യാറില്ല. അതിനുള്ളൊരു ദേഷ്യം എനിക്കുണ്ട്. ഏത് അപ്പൊ പറയും നീ പൈസ മുക്കാറുണ്ട്. എടുത്ത് നോക്കിട്ട് അതില് റൗണ്ട് അല്ലാത്തത് ഇന്ത്യ കിട്ടും, ഇന്ത്യ കിട്ടും എന്ന് പറയുന്ന ടീമാണ്. അതായത് 10,230 ഉണ്ടാവും. ആ 230 ഇന്ത്യ കിട്ടാൻ ബാക്കി 10,000 കറക്റ്റായില്ലേ? അങ്ങനെ ഞാൻ പറയാലോ. എടാ ഈ ഒരു ചോക്ലേറ്റ് കോഫി, ചോക്ലേറ്റ് കാഫി ഇവിടെ കൊണ്ടിടിപ്പിച്ചാൽ മതി വീഡിയോ. ചോക്ലേറ്റ് കാഫി നീ ഒരു കോർണർ എടുത്തിട്ട് വീഡിയോ എടുത്താൽ മതി. എന്റെ ഓക്കെ, അടിപൊളി മാൻ, ക്ലീൻ സാധനം, റിയലി ഗുഡ്. ചൂടും കൂടി ഉണ്ട്, വേറെ പൊളി. മൂട് നമുക്ക് വേഗം ചീസ് എടുക്കാം കേക്ക്, കാരണം അത് അലിഞ്ഞു പോകും. ഞാൻ കുറച്ച് കലാവിരുദ്ധ ഇതില് പരീക്ഷിക്കാം. നീ അത് മാത്രം പോ. ആദ്യം ഒന്ന് ഓക്കെ ജസ്റ്റ് ഒന്ന് എടുത്തോ. എടുത്തിട്ടില്ല അല്ലേ? അവിടുന്ന് ജസ്റ്റ് എടുക്കാം. നീ പ്രായം ഇവക്ക് ഫുഡ് ബ്ലോഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഛർദിയാ ഇവക്ക്. നീ കൊതി കൂടിയിട്ടാ തോന്നണം. ഞാനാ വലിച്ചു വരുന്നില്ല. ഇന്നലെ മീനും പോയി ഒരുമിച്ച് ഞാൻ അപ്പോഴും പറയും ചേച്ചി നിർത്തി, ചേച്ചി മതി. അത് നീ എടുക്കുന്ന നിന്റെ ഇഷ്ടം, ഇതൊന്നും ഞാൻ ഇടപെടില്ല. കൈയെടുത്താൽ നമ്മൾ അത്യാവശ്യം ആളുകൾ എടാ ഇത് എന്താണ് വെള്ളം കുപ്പി? ഓക്കെ, ആർക്ക് വേണ്ട നേരിട്ട് വേദിട്ടോ. ഓക്കെ ജസ്റ്റ്
വരലുകൾ വരെ അഭിനയിക്കും ലാലേട്ടൻ. വായിൽ നോക്കിയിട്ട് വരാം. ഒരു അൺവൈസ് ഞാൻ നോക്ക് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ. കഴിഞ്ഞ അങ്ങോട്ടൊക്കെ ഇനി അടുത്ത വീഡിയോയില്. ഓക്കെ ബൈ. 3 hour please.